പഠനത്തിന്റെ ഭാഗമായി കഥകളി സെമിനാറും ദൃശ്യാവിഷ്കാരവും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലാണ് കഥകളി സെമിനാറും ദൃശ്യാവിഷ്കാരവും സംഘടിപ്പിച്ചത്. സ്കൂൾ PTയുടെയും മലയാളം ക്ലബ്ബും ചേർന്നാണ് വിദ്യാർത്ഥികളിൽ കഥകളിയെക്കുറിച്ച് അവബോധം വളർത്താനായി പരിപാടി സംഘടിപ്പിച്ചത്. 10ാം ക്ലാസ്സിലെ മലയാളം പാഠഭാഗത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ് കഥകളി സെമിനാറും ദൃശ്യാവിഷ്കാരവും സംഘടിപ്പിച്ചത്. കലാമണ്ഡലം പ്രശാന്ത് നയിച്ച സോദാഹരണ ക്ലാസ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുത്തൻ അനുഭവമായി. കഥയെ കളിച്ചു കാണിക്കുക, അതാണ് കഥകളി അല്ലേ? കഥയെ കളിച്ചു കാണിക്കണമെങ്കിൽ എങ്ങനെയാണ്, എന്താണ് കളി എന്നറിയണം അല്ലേ? കഥ എന്ന് പറയുന്നത്, കഥകളിയെ സംബന്ധിച്ച് കഥ എന്ന് പറയുന്നത് പുരാണ സംബന്ധികളായിട്ടുള്ള കഥകളാണ്. എന്തുകൊണ്ട് പുരാണ സംബന്ധികളായിട്ടുള്ള കഥകൾ എടുത്തു എന്ന് ചോദിച്ചാൽ, കഥകളിയിലെ വേഷവിധാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? സാധാരണഗതിയിലുള്ള ഒരു നാടകത്തിലോ സിനിമയോ കാണുന്ന രീതിയിലുള്ള മാനുഷികമായ വേഷവിധാനങ്ങളല്ല അല്ലേ? അമാനുഷികമായ വേഷവിധാനങ്ങളാണ് അല്ലേ? ഒരു നളൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ, ഇപ്പൊ പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ്? മാനുഷികം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളെ പോലെയൊക്കെ തന്നെ ഒരാള് അല്ലേ? അത് പക്ഷേ പുരാണ സംബന്ധികളായിട്ടുള്ള കഥകൾ എടുക്കാൻ കാരണം കഥകളിയിലെ വേഷങ്ങളെല്ലാം അമാനുഷികമായ വേഷങ്ങളാണ്. കഥകളി പദങ്ങളുടെ വിശദീകരണവും മുദ്രകളും കഥകളി അവതരണവും ദൃശ്യാവിഷ്കാരമായി അവതരിപ്പിച്ചതോടെ വേറിട്ട അനുഭവമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. നളചരിതം 1ാം ദിവസമായിരുന്നു അരങ്ങേറിയത്. നളനായി അഞ്ജലി കൃഷ്ണയും ഹംസമായി അഭിജിത്ത് പ്രശാന്തും രംഗത്തെത്തി. കലാമണ്ഡലം സജീവ് സംഗീതവും കലാഭാരതി സുമേഷ് ചെണ്ടയും ചിങ്ങോലി പുരുഷൻ മദ്ദളവും ഒരുക്കി. ഗേൾസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക ശ്രീകല, സ്റ്റാഫ് സെക്രട്ടറി ആശാദേവി, ജി ദിലീപ്, പ്രമോദ്, ശിവദാസ്, അനന്തപാർവതി, PTA പ്രസിഡന്റ് BA ബ്രിജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.